ഞാൻ ഇങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ആവേണ്ട ഒരാളേയല്ല. എൻ്റെ ജീവിതത്തിലെ സമയം വെറുതെ കുറേ നഷ്ടപ്പെട്ടു പോയി. എൻ്റെ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ലക്ഷ്യങ്ങളൊന്നും നേടാൻ കഴിഞ്ഞില്ല. ആകെ കൂടി ചിന്തിക്കുമ്പോൾ ഒരു നിരാശ, ദേഷ്യം, അതൃപ്തി. ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ കടന്നു പോകുന്ന 35 വയസ്സിനും 55 വയസ്സിനും ഇടയിലുള്ള ആളുകളിൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് മിഡ് ലൈഫ് ക്രൈസിസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തകൾ വരാനുള്ള കാരണം, ഈ മിഡ് ലൈഫ് ക്രൈസിസ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ധാരാളം കാരണങ്ങളുണ്ട്. ശാരീരികവും മാനസികവുമായ കാരണങ്ങൾ അതിൽ ഉൾപ്പെടും. ശാരീരികമായ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ, ഈ മിഡ് ലൈഫിലേക്ക് എത്തുമ്പോൾ, മധ്യവയസ്സിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഹോർമോണുകളുടെ മാറ്റങ്ങൾ, അതുപോലെ രൂപമാറ്റം, യുവത്വം നഷ്ടപ്പെടുക, ക്ഷീണം, ഉറക്കം, ചില രോഗങ്ങൾ, ഇവയെല്ലാം ഈ മിഡ് ലൈഫ് ക്രൈസിസിന് കാരണമാകും. മാനസികമായ കാരണങ്ങൾ പറയുമ്പോൾ ഒരു ഐഡന്റിറ്റി ക്രൈസിസ്, മാതാപിതാക്കൾ, പ്രൊഫഷണലുകൾ എന്ന റോളുകൾക്ക് പുറമെ ഞാൻ ആരാണ് എന്ന ഒരു ചിന്ത ഉയർന്നു വരിക, നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ച് ഓർക്കുകയും വിജയകരമായി മുന്നോട്ട് പോകുന്ന സമപ്രായക്കാരുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഒരു അതൃപ്തിയിലേക്കും സങ്കടത്തിലേക്കും പോവുക, ഒരു റിഗ്രറ്റ് ആൻഡ് കമ്പാരിസൺ വഴി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. വർഷങ്ങളായി കുടുംബം, കുട്ടികൾ, ഉത്തരവാദിത്തം എന്നിവയുമായുള്ള തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഉണ്ടാവുന്ന ഇമോഷണൽ ബേൺ ഔട്ട്. ഇതുവരെയുള്ള ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചിന്തകളും പ്രശ്നങ്ങളും ഒന്നും ബാധിക്കുകയോ ചിന്തകൾ വരികയോ പോലും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ മിഡ് ലൈഫ് ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ ഇതെല്ലാം മനസ്സിലേക്ക് ഉയർന്നു വരും. മിഡ് ലൈഫ് ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ചിന്തകളും ഫീലിങ്സും ഒക്കെ പല നെഗറ്റീവ് ആഫ്റ്റർ ഇഫക്ട്സും ഉണ്ടാക്കാറുണ്ട്. ജീവിതം ഇനി കുറച്ചേ ഉള്ളൂ എന്നും ഇനിയുള്ള ജീവിതമെങ്കിലും കൂടുതൽ അർത്ഥവത്താക്കണമെന്നും ഒക്കെയുള്ള അമിത ആഗ്രഹം മൂലമുണ്ടാകുന്ന ഡിപ്രഷൻ, ആൻഷൈറ്റി തുടങ്ങിയ വിവിധ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അമിത ആവേശത്തിൽ ചിന്തിക്കാതെ എടുക്കുന്ന പല തീരുമാനങ്ങളും വിവാഹമോചനത്തിലേക്കും അവിഹിത ബന്ധങ്ങളിലേക്കുമൊക്കെ നയിക്കാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള തീരുമാനത്തിൽ ജോലി ഉപേക്ഷിക്കുകയോ അനാവശ്യമായി ആഡംബരം നടത്തി ക്യാഷ് ചെലവാക്കുകയോ ഒക്കെ ചെയ്യുന്നത് കാരണം സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാവാം. എന്നാൽ മിഡ് ലൈഫ് ക്രൈസിസ് ചിലപ്പോൾ പോസിറ്റീവ് ആഫ്റ്റർ എഫക്ട്സും ഉണ്ടാക്കാറുണ്ട്. ഇനി ജീവിതത്തിനൊരു മാറ്റം വേണം, നല്ല ഒരു ലൈഫ് വേണം എന്നൊക്കെയുള്ള ചിന്തയിൽ കൂടുതൽ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുവാനും കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുവാനുമൊക്കെ ചിലർ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യാറുണ്ട്. ഈ മിഡ് ലൈഫ് ക്രൈസിസിലൂടെ ഉണ്ടാവുന്ന നെഗറ്റീവ് ആഫ്റ്റർ ഇഫക്ട്സ് ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമതായി, ഇങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുക. കുറേ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ മുമ്പ് നിർത്തിവെച്ച ഹോബീസ് ഉണ്ടെങ്കിൽ അത് പുനരാരംഭിക്കാം. നമ്മുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെയോ കണ്ട് തുറന്ന് സംസാരിക്കുക. കുടുംബ ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുക. എല്ലാത്തിനും ഉപരി നമ്മുടെ ലക്ഷ്യം, മൂല്യം, ഐഡന്റിറ്റി എന്നിവ തിരിച്ചറിഞ്ഞ് കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ലൈഫ് എന്നുള്ളത് ഒരു അവസാനമല്ല, ഒരു പരിവർത്തനം മാത്രമാണെന്ന് മനസ്സിലാക്കി കൂടുതൽ ആത്മവിശ്വാസത്തോടെ ശക്തരായി മുന്നോട്ട് പോവുക.